ഹലോ, അങ്ങനെ ഞങ്ങളുടെ ഡേ 2 സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ ഒരു ഓഷ്യൻസി എന്ന് പറഞ്ഞ അവിടെ ലേക്കുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്കുള്ള ലേക്കിൻ്റെ അടുത്തേക്കുള്ള വാക്കിംഗ് ആണ്. ഇവിടെ നമുക്ക് ഹൈക്ക് ചെയ്ത് പോയ ഒരു 1.5 hours ഹൈക്ക് ഉണ്ട്. പിന്നെ നമുക്ക് കേബിൾ കാർ എടുത്തിട്ട് പോകാൻ പറ്റും. നമ്മളിപ്പോൾ കേബിൾ കാറിൻ്റെ പോയിന്റിലോട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ കാണിച്ച സ്ഥലം നമ്മൾ എവിടെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇന്നത്തത്. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനൊന്നുമില്ല. തിരിച്ച് നമ്മളിനി ഒന്നെങ്കിൽ നമുക്ക് എവിടെ പോകാം, നമുക്ക് ലുസേണ് പോവാം. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്താലൊന്നും നമ്മൾ വലിയ എന്താ പറയുക ടൂറിസ്റ്റിക് പ്ലേസസ് അങ്ങനെ ആയിട്ടൊന്നും കൂടുതൽ ഇട്ടിട്ടില്ല. നമ്മളിപ്പോൾ ഓഷ്യൻസി ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ അറിയുന്നുണ്ടാവില്ല. ലൊക്കേഷൻ നല്ല രസമായിട്ടോ. അതെല്ലാം ഇപ്പോൾ നോക്കി ഇവിടെ ആരും ഇല്ലല്ലോ, തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ ഗ്രിൻഡൽവാൾഡും ഇൻ്റർലേക്കും പോയപ്പോൾ കണ്ടതല്ലേ. ഇവിടെ ആകുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ വരും ഇങ്ങനെ ഹൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. നല്ല പ്ലസൻറ്റ് കാം ക്വൈറ്റ് ഓഷ്യൻസി സി ആൽപ്സി അങ്ങനെ കുറേ ലേക്കുകളുണ്ട്. സമ്മറിൽ പീക്ക് സമ്മറിൽ നല്ല അടിപൊളിയായിരിക്കും. അടുത്ത മാസം ഉണ്ടാവുക ജൂൺ ജൂലൈ ഓഗസ്റ്റ്. യുവിയും കൂട്ടട്ടെ, ഭയങ്കര ചൂടാവും. ഇവിടെ 6 ഡിഗ്രി, എത്ര ടെമ്പറേച്ചർ ഇപ്പോൾ 9 ഡിഗ്രിയാണ്. പക്ഷെ നല്ല ചൂടേ. ഇതാണ് ഓഷ്യൻസി. ഇവിടെ ആ ഒരു ലേക്ക് മാത്രമല്ല മെയിനായിട്ടുള്ളത്. അവിടെ നിന്ന് ഹൈക്കിംഗ് ആണ്. ഇവിടെ ഒട്ടുമിക്ക സ്ഥലങ്ങളും സ്വിറ്റ്സർലാൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പീക്ക് ഒരു പോയിന്റിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ 2 മലയുടെ ഇടയിൽ ഒരു ചെറിയ ലേക്ക് അങ്ങനെ ഉണ്ടാവും. പിന്നെ അവിടെ നിന്ന് ഫുള്ള് നമുക്ക് ഹൈക്ക് ചെയ്ത് കയറാം. സമ്മർ ആവണതിനനുസരിച്ച് ഒന്നുകൂടി കൂടി വരും. അപ്പോൾ ഇവിടെ എല്ലാവരും ചെയ്യുക. അവിടെ നിന്ന് ചിലപ്പോൾ 3 മണിക്കൂർ പോകും, 4 മണിക്കൂർ പിന്നെ ക്യാമ്പ് ചെയ്യും. നമ്മളിതിപ്പോൾ ഇവിടെ സ്റ്റേ എടുത്തിട്ടില്ലെങ്കിലേ നമ്മൾ ബാസലിൽ നിന്ന് 2.5-3 മണിക്കൂറോളം നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് വരണം. അതെ. ഇപ്പോൾ രാവിലെ 6 മണിക്ക് നീച്ച് വന്നു കഴിഞ്ഞാൽ ഒരു 9-9:30 ആകുമ്പോഴാണ് നമുക്ക് ഇവിടെ നിന്നൊക്കെ തുടങ്ങുള്ളൂ. നമ്മളിവിടെ ആയതുകൊണ്ട് സുഖമായി. അവിടെ തന്നെ അല്ല ഇവരുടെ ഇത് മറ്റേതിൻ്റെ അത്രയ്ക്ക് ഇല്ലല്ലോ. അല്ല മറ്റേതിൻ്റെ അത്രയ്ക്ക് ഇല്ലല്ലോ. അത് കുറച്ച് നമ്മൾ കേബിൾ കാർ ഇറങ്ങി ലേക്കിൻ്റെ അടുത്തേക്ക് ഏകദേശം ഒരു 1/2 മണിക്കൂർ ഈ വഴിയിലൂടെ നടന്നിട്ട് വേണം ലേക്കിൻ്റെ അടുത്തെത്താൻ. അങ്ങനെ ബുദ്ധിമുട്ടുള്ള വഴിയൊന്നുമല്ല, വണ്ടി പോണ വഴിയാണ്. ഓ അടിപൊളി കളറും നമുക്ക് വെള്ളത്തിന്റെ. ഇതാണ് നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇടുമ്പോൾ എല്ലാവരും എനിക്ക് എഡിറ്റ് ചെയ്ത കളറാണ് എനിക്ക് സത്യം. ഇതിപ്പോൾ ഒന്ന് വെള്ളം കുറവുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കൂടി ഇവിടെ ഇറങ്ങാൻ പറ്റില്ലല്ലേ? ഇറങ്ങാം. ഇതിന് ബോട്ട് ചെയ്യണം. അതിൽ ബോട്ടിംഗ് ഉണ്ട്. ഇപ്പോൾ ഈ സൈഡില്ലേ ഇതിലേക്കൊക്കെ വെള്ളം വരും. അതെങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ സമ്മർ ആവുന്നതിനനുസരിച്ച് മെൽറ്റായിട്ട് വരും. പക്ഷേ അതല്ല, നമുക്ക് അവിടെ ഇതിൻ്റെ പ്രോപ്പർ വ്യൂ ഇപ്പോൾ തന്നെ പോയി നമുക്ക് എടുത്താലോ എന്നിട്ട് ഇറങ്ങാം. എവിടെ നമ്മൾ പിന്നെ മേലേക്കാണ് പോണത്. നമ്മളിതിൻ്റെ നല്ലൊരു വ്യൂ ഉണ്ട് അവിടെ പോയാൽ. ഇതിൻ്റെ നല്ല ഇതിൽ കാണും. നമുക്കവിടെ ബെഞ്ചുണ്ട്, അവിടെ ഇരുന്നിട്ടൊക്കെ നല്ല ഫോട്ടോ കിട്ടും. എങ്ങനെയുണ്ട്? ഇതിൽ ഒന്നും കൂടിയും അല്ല ഹൈറ്റ് ഇത് തന്നെയാണ് മെയിനായിട്ട് കാണുക. പിന്നെ അവിടെ അതുവഴിയൊക്കെ നടക്കാം. ഇത് കണ്ടോ, എന്നിട്ട് അങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ അതാ ഒരാൾ ഹൈക്ക് ചെയ്ത് വരുന്നു. ആ ഞാൻ കുന്ന് അതിൻ്റെ മുകളിൽ കൂടെ പോവും. പിന്നെ വേണമെങ്കിൽ ഞാനങ്ങനെ നടന്നിട്ട് നമുക്ക് ആ വാട്ടർഫാളിൻ്റെ അവിടെ എത്താം. കണ്ടോ, അല്ല ഇവിടെ അല്ല അവിടെ ഇറങ്ങാൻ പറ്റുമോ? അതുവഴി ഇപ്പുറത്ത് കൂടെ ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഉണ്ടോ, നമ്മൾ നേരത്തെ കണ്ട വഴി ഇറങ്ങല്ലേ? ഇതിൻ്റെ പുറകെ കൂടെ ഏതാണെന്ന് മനസ്സിലായി. ഇല്ല ഇറങ്ങാൻ പറ്റും, കുഴപ്പമില്ല. ഇതാണ് സ്ഥലം. അടിപൊളി വ്യൂ ആണ്. ലേക്കിലൊക്കെ ആ ലേക്കിൻ്റെ വെള്ളത്തിൻ്റെ കളർ ഉണ്ടോ? അത് ഒക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത പോലത്തെ ഒരു കളറല്ലേ. നമുക്ക് ഇവിടുന്ന് ഹൈക്ക് ഡൗൺ ചെയ്തിട്ട് കാട്ട് പോകാൻ പറ്റും.
ഈ ഒരു രീതിയിൽ ആൾക്കാർ താഴത്തേക്ക് ഹൈക്ക് ഡൗൺ ചെയ്ത് പോകുന്നുണ്ട്. ഇങ്ങനെ പോകാൻ പറ്റും ലേക്കിൻ്റെ അടുത്തോട്ടേക്ക്. നമ്മൾ കഷ്ടപ്പെട്ട് ഹൈക്ക് ഡൗൺ ചെയ്യാണ്. ഇതാ പറഞ്ഞു കമോൺ സേഫല്ലേ? വേരിയാണ് എന്തല്ലേ വെച്ചിട്ടുള്ളത്? ഈ ബേർണീസ് ആൽപ്സ് ആണ് ഇതിന് ചുറ്റിലുള്ളത്. ഇതിൻ്റെ ഈ ബ്ലൂ വാട്ടറും ചുറ്റിലുള്ള ഈ മഞ്ഞുമലകളായിട്ട് ഒരു പ്രത്യേകതരം ഭംഗി തന്നെയാണ് ഇവിടെ ഈ സ്ഥലം കാണാൻ. ഇതിൽ ആൾക്കാർ ബോട്ടിങ് ചെയ്യുന്നുണ്ട്, അതേപോലെ കരയിൽ ഗ്രില്ലിങ് ചെയ്യുന്നവരുണ്ട്, ചിലർ വെള്ളത്തിലിറങ്ങി കുളിക്കുന്നവരുണ്ട്, അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട്. കറക്റ്റാ. കറക്റ്റ്. വെള്ളം കണ്ട് നമുക്ക് ഇറങ്ങാനൊക്കെ തോന്നും, പക്ഷെ ഐസ് കോൾഡ് വാട്ടറാണ്. കുറച്ച് സമയം വെള്ളത്തിൽ ഇറങ്ങുമ്പോഴേക്ക് കാലൊക്കെ നല്ല റെഡ് കളറായിട്ടുണ്ടാവും. അവിടെ ബാക്കിലൊരു ചെറിയൊരു വാട്ടർഫാൾ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങാണ് കേട്ടോ. അപ്പോഴേക്കും വെയിലിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി നല്ല തണുത്ത കാറ്റായിട്ടുണ്ട്. ഈ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെട്ട സ്ഥലമാണ് ഈ ഓഷ്യൻ സീ. ഈ സ്വിറ്റ്സർലാൻഡിലോട്ടേക്ക് വരുന്നവരെ മസ്റ്റായിട്ട് ഓഷ്യൻ സീ വിസിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ സമ്മർ ആകുമ്പോൾ ഇതേപോലെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ കാണാം. വിൻ്ററിലാണെങ്കിൽ ലേക്ക് ഫ്രീസ് ആയിട്ടുണ്ടാവും, അപ്പോൾ നമുക്ക് സ്നോയി ഒരു വണ്ടർലാൻഡ് പോലെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. സോ ഫിഷിംഗ് ഒക്കെ ആയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ഓഷ്യൻ സീ. അങ്ങനെ നമ്മൾ ആ ഒരു ഹിൽ ഏരിയ ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ടൗണിലോട്ടേക്ക് വന്നതാണ്. 2 ദിവസമായിട്ട് ഇങ്ങനെ ഈ ഹിൽ സ്റ്റേഷൻസ് മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ലുസൺ എന്ന് പറഞ്ഞൊരു ടൗണിലാണ്. അപ്പം ഇവിടുന്ന് ഇന്നിപ്പോൾ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ലഞ്ച് കഴിഞ്ഞിട്ട് ലഞ്ച് ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയായി. അപ്പോൾ ആ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇവിടെ ഈ സിറ്റി ഒന്ന് കറങ്ങാം. എന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു മലയാളി ഇന്ത്യനാണ്, കാഞ്ചി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു കൊടി ഇന്ത്യൻ്റെ കൊടിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എന്താ ടൈമിങ് ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുള്ള തുറന്നിട്ട് അടിപൊളി. അത് 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് വരാണ്. ഷബീബ് എൻ്റെ സാധനം ഉണ്ട് കേട്ടോ, നമ്മുടെ സാധനം ഉണ്ട്. കുറേ ദിവസമായി തപ്പണ്.
മയിൽപ്പീലി അരച്ചു തരും. സ്പൈസസൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല രസമുണ്ട്. മണമൊക്കെ ഉണ്ടെന്നല്ലേ മഞ്ഞൊക്കെ അടിച്ചിട്ടുണ്ട്. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകാർ ഫീൽ ഉണ്ടല്ലേ. ഹലോ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനുള്ളത്. നമ്മുടെ ഫുഡ് കഴിച്ചിട്ട് കാണാം. നല്ലൊരു അടിപൊളി ഫുഡ് കഴിച്ചു. അപ്പോൾ സെർവ് ചെയ്യുന്ന ആളൊക്കെ മലയാളീസാണ്. അത്യാവശ്യം നല്ല ഒരു ഇന്ത്യൻ ഫുഡായിരുന്നു കേട്ടോ. കാഞ്ചി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ പേര്. എവിടെ മനുഷ്യൻ റെഡിലാണ് നിൽക്കുന്നത്. ചുവന്ന മനുഷ്യനല്ലേ? ആ ഇപ്പം പച്ച മനുഷ്യരായി. അവിടെ വെള്ള മനുഷ്യൻ വരുവാണെങ്കിൽ നടക്കുക എന്നുള്ളതാണ് അമേരിക്കയിൽ. ഞങ്ങൾക്കൊരു വെള്ള മനുഷ്യനാ. അവിടെ ഉണ്ടോ ചുവന്ന മനുഷ്യൻ നിൽക്ക്. ഒരു ബ്രിഡ്ജ് ഉണ്ട് അവിടെ, ഓൾഡ് ടൗൺ ബ്രിഡ്ജ്. നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു വരാം. ആദ്യം ഈ ഒരു കോർണറിന് തുടങ്ങാം. ആദ്യമായിട്ടാണല്ലേ? നല്ല രസമാട്ടോ. ഇങ്ങനെ ഒരു സിറ്റിൻ്റെ അവിടെ നിന്ന് നേരെ കണ്ടോ ആ മലകൾ, ആൽപ്സ്. അവിടെ ഒരു ബോട്ടിൻ്റെ ക്രൂസ് സ്റ്റേഷൻ ഉണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. നമ്മളെ നാട്ടിൽ കോട്ടി കളിക്കുന്ന പോലെ കളിയെ കളിക്കുന്ന ഇവിടുന്ന് ആൾക്കാർ. രസമുള്ള ഒരു ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു സിറ്റി കേട്ടോ. നമ്മൾ അത്ര ദിവസം കണ്ടതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു സിറ്റിയാണിത്. രസമുണ്ട്. നമ്മൾ വേറൊരു ബേൺ തുന്നെന്ന് പറഞ്ഞ ഒരു 2 സിറ്റിയായിരുന്നു പ്ലാൻ ചെയ്തത്. അവിടുന്ന് മാറ്റിയിട്ടാണ് നമ്മളിപ്പം ലുസേണിലോട്ട് വന്നത്. ഇത്രയും ക്രൗഡ് ഉണ്ടായിട്ട് നല്ല വൃത്തിയായിട്ട് കൊണ്ടുനടക്കുന്നില്ലേ. ആ റോളക്സിൻ്റെ ഇവിടെയാണല്ലോ സ്വിസ് വാച്ചുകളുടെ എല്ലാത്തിൻ്റെയും ഉള്ള സ്ഥലം. ഇവിടുത്തെ ബസ്സുകളുണ്ടോ ഈ ഇലക്ട്രിക്കാണ്, ലൈൻ ഉണ്ടോ മുകളിൽ, ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഇത് വരുന്നത് കേട്ടോ. അതുകൊണ്ട് മൂന്ന് കമ്പാർട്ട്മെൻ്റായിട്ട് ഒരു വണ്ടി വരുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള സാധനം. ഇതേതാ 1200 ഞങ്ങളുടെ ബിൽഡ് ചെയ്യാൻ തോന്നുന്നത്. ഏകദേശം 700 വർഷം പഴക്കമുള്ള യൂറോപ്പിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന കവേർഡ് ബ്രിഡ്ജാണിത്. സ്വിറ്റ്സർലാൻഡിലെ മധ്യനഗരമായ ലുസേണിലാണ് ഈ ചാപ്പൽ ബ്രിഡ്ജ് ഉള്ളത്. സ്വിറ്റ്സർലാൻഡിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണിത്. ഈ വുഡൻ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഇവരുടെ ഹിസ്റ്ററിയിലെ ഓരോ ഇവൻറ്റ്സും പോർട്രേറ്റ് ചെയ്ത് ഏകദേശം 158 ചിത്രങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 17ാമത്തെ സെഞ്ചുറിയിൽ ഒരു തീപിടുത്തത്തിൽ ഈ ബ്രിഡ്ജിൻ്റെ ചെറിയൊരു ഭാഗവും ഈ വാട്ടർ ടവർ ഒഴിച്ച് ബാക്കിയെല്ലാം നശിച്ചുപോയി. അതിനുശേഷം ആകെ ഒരു 30ഓളം പെയിൻറ്റിങ് മാത്രമാണ് പിന്നെ ബാക്കി വന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളത് കത്തിക്കരിഞ്ഞായിട്ട് കാണാൻ പറ്റും. ഇവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ പുതിയത് ഉണ്ടാക്കിയതാണ്. ആധികാരികമായിട്ട് ഇവിടെ വേറൊരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിൻ്റെ മേലെ ഇവിടേക്കുള്ള വ്യൂ നോക്കാം. നല്ല രസമുണ്ട്. ഒരു നല്ല ഭംഗിയായിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട് ഈ സാധനം. അതെന്താ നോക്കി കാസിൽ പോലെ അതെ. ടൈം. ഓ ഇതേപോലത്തെ സ്ട്രീറ്റ് ഷിക്കാഗോയിലുണ്ട്. ഷിക്കാഗോ ഇതേ ലേക്കിൻ്റെ ചുറ്റാണ് ഷിക്കാഗോ മൊത്തം. നമ്മളിവിടുന്ന് ഇവിടെ ഓൾഡ് ടൗണിലോട്ടേക്ക് പോവാണ്. ഈ സ്ട്രീറ്റ് ഫുള്ളായിട്ട് പ്രീമിയം ഷോപ്പുകളാണ്. ഈ മെയിനായിട്ട് സ്വിസ് വാച്ചുകളുടെ സ്റ്റോറുകളാണ് മെയിനായിട്ട്. എൻ്റെ അമ്മ
കോഫി ഷോപ്പാണ്. എഡിൻബർഗ് എഗ്ഗൊക്കെ ഉണ്ട്. എളുപ്പമല്ലട്ടാ, ഇങ്ങനെയൊക്കെ വരച്ച് എളുപ്പം നല്ലതാ. സോ അങ്ങനെ ഈ ട്രിപ്പിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസം കൂടെ അവസാനിക്കുകയാണ്.